സാംബ ഫുട്ബോൾ ആണ് ലോകം കണ്ടത്. ബ്രസീൽ 5-ാം സ്റ്റാറാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു 6, 7, 8 അങ്ങനെയൊക്കെ പോയിക്കോളും. ഞാൻ ഫാനായിപ്പോയി. ബ്രസീൽ. ഇറ്റലി, ഇതാണ് ടീം. ഞാൻ അല്ലെങ്കിലും ഇറ്റാലിയൻ പിസ്സ ആയിരുന്നു ലഞ്ചിനും ഡിന്നറിനും ഒക്കെ കഴിക്കാറുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇറ്റലി വാസ് മൈ ഫേവറേറ്റ് ടീം. അവരെന്നെ ജയിച്ചല്ലോ. ടിക്കി ടാക്ക, സ്പെയിൻ. അറിയായിരുന്നു എനിക്ക് അവസാനം സ്പെയിൻ തന്നെ കൊണ്ടുപോകുന്നു. ഞാൻ ഈ ടിക്കി ടാക്കന്റെ ഫാനായി പോയി. ആൻഡ് ഇത് എഴുതി വെച്ചോ, സ്പെയിൻ ഇസ് ദ ബെസ്റ്റ് ടീം. ജർമ്മനി ഹാസ് എ ടീം. ഹേ ജർമ്മനി! ഒരു ജർമ്മൻ ഫാൻ എന്ന നിലയ്ക്ക് എത്ര കാലമായി ഞാൻ ആഗ്രഹിക്കുന്നു എന്നറിയോ. അവസാനം എൻ്റെ ജർമ്മനി തന്നെ ജയിച്ചല്ലോ. എല്ലാം എൻ്റെ ഒരു ഭാഗ്യം. എംബാപ്പയാണ് മോനെ പ്ലെയർ. അത്ര സ്പീഡിലൊന്നും ആർക്കും ഓടാൻ പറ്റൂല. അങ്ങനത്തെ ഒരു പ്ലെയർ എൻ്റെ ഫേവറേറ്റ് ടീമായ ഫ്രാൻസിന് തന്നെ കിട്ടിയത് എൻ്റെ ഒരു ഭാഗ്യം. ഞാൻ പണ്ടേ ഫ്രാൻസ് അല്ലേ. ഫ്രഞ്ച് ടോസ്റ്റ് ആണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഒക്കെ കഴിക്കാറുള്ളത്. പ്ലസ് ഫ്രഞ്ച് ഇസ് മൈ ഫേവറേറ്റ് ലാംഗ്വേജ്. ബോൺജോർ, ബാലൻഡിയോർ. I knew it. Messi is the GOAT. What a player, what a team. Argentina. എൻ്റെ അർജന്റീന അവസാനം ജയിച്ചല്ലോ. എപ്പോഴും അർജന്റീന ആയിരുന്നു. സിലി ക്വസ്റ്റ്യൻ. എൻ്റെ ബ്ലഡിൽ ആ ബ്ലൂ ആൻഡ് വൈറ്റ് അല്ലേ പണ്ടേ. ലാ ആൽബി സെലസ്റ്റെ എന്നായിരുന്നു ഞാൻ ആദ്യമായി പറഞ്ഞ വാക്ക്. വാമോസ്. 2010 മുതൽ ഞാൻ പറയുന്നതാണ്, സ്പെയിൻ ഇസ് ദ ബെസ്റ്റ് ടീം. സത്യമായിട്ടും ഞാനത് പറഞ്ഞിരുന്നു. ഞാൻ എഴുതി വെക്കാനൊക്കെ പറഞ്ഞിരുന്നു. നിങ്ങളത് എഴുതി വെക്കാത്തത് എൻ്റെ കുറ്റാണോ? എനിവേ, കഴിഞ്ഞ 16 years ആയിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പെയിൻ തന്നെ അവസാനം ജയിച്ചല്ലോ. താങ്ക് യു സ്പെയിൻ. ഇത് എൻ്റെ ബ്ലഡിൽ ഒരു സ്പാനിഷ് റെവല്യൂഷൻ വിരിയുകയാണ്. സ്പെയിൻ.